അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ പരീക്ഷ ലിസാനാണ്. അപ്പോൾ ലിസാനിൻ്റെ ഒരു മോഡൽ പേപ്പറാണ് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യ പ്രവർത്തനം വഫ്ഫിഖ്, യോജിപ്പിക്കാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകൾ യോജിച്ച ഭാഗത്തേക്ക് എഴുതിയെടുക്കുക. ഒന്ന്, ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു ഡാഷ്. അതായത് പ്രവൃത്തി ചെയ്തയാളെ സൂചിപ്പിക്കുന്ന മർഫൂ ആയ ഇസ്മ് ഏതാണ്? അൽ ഫാഇലു. രണ്ട്, ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയത്തി. ജുംലത്തുൽ ഇസ്മിയയിലെ തുടക്കത്തിൽ വരുന്ന മർഫൂ ആയ ഇസ്മ ഏത്? അത് മുബ്തദ എന്നിവിടെ കാണാം. ഇതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. മൂന്ന്, തൻസിബുൽ മുബ്തദ വ തർഫഉൽ ഖബറ. മുബ്തദാക്ക് നസ്ബും അതുപോലെ ഖബറിന് റഫ്ഉം നൽകുന്നവ അതേതാണ്? ഇവിടെ കാണാം, ഇന്ന വ ഖവാതുഹ. ഇന്നയും അതിൻ്റെ സഹോദരങ്ങളുമാണ്. ഇനി 4, കലിമത്തുൻ തദുല്ലു അല ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ. പ്രത്യേക കാലത്ത് ഒരു പ്രവർത്തനം നടന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് അതേതാണ്? അൽ ഫിഅലു. 5, ഹുവൽ ഫിഅലുല്ലദി യുസ്നദു ഇലാ ഫാഇലിഹി. അതായത് കർത്താവിലേക്ക്, അങ്ങനെ പറഞ്ഞാൽ ഫായിലിലേക്ക് ചേർക്കപ്പെട്ട ക്രിയ അതേതാണ്? അൽ ഫിഅലുൽ മർഫൂ, റഫു ചെയ്യപ്പെട്ട മഅറൂഫ് അറിയപ്പെട്ട ഫിഅലാണ്. 5, ഹുവൽ ഫിഅലുല്ലദി യുസ്നദു ഇലാ ഫാഇലിഹി. ഫായിലിലേക്ക് ചേർക്കപ്പെട്ട ക്രിയയാണ് ഏതാണത്? അൽ ഫിഅലുൽ മഅറൂഫ്, മഅറൂഫായ ഫിഅല്. അടുത്ത പ്രവർത്തനം നംല ഉൽ ഫറാഗ ബിൽ മുനാസിബ്. യോജിച്ചതുകൊണ്ട് വിട്ട ഭാഗം എന്ത് ചെയ്യുക? പൂരിപ്പിച്ചു കൊടുക്കുക. 1, ലബിസത്ത് ഡാഷ് അൽ മലാബിസ. അവിടെ വിട്ടുപോയത് ഏതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ കാണാം ലബിസത്ത് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. കാരണം ഈ ഫെയിലിൽ അവസാനത്തിൽ താ ഉണ്ട്. താ വരുമ്പോൾ സ്ത്രീ ആയിരിക്കും. ഇവിടെ സ്വാലിഹൻ എന്നുണ്ട്, സ്വാലിഹത്തുൻ എന്നുണ്ട്. ഇവിടെ താ ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കുക ഇതാണ് ഇവിടെ വരേണ്ടത്. ലബിസത്ത് സ്വാലിഹത്തുൻ അൽ മലാബിസ. സ്വാലിഹ എന്ന സ്ത്രീ എന്ത് ചെയ്തു? വസ്ത്രം ധരിച്ചു. 2, ഖറ അൽ അബു ഡാഷ്. ഇവിടെ ഫീല് നോക്കുക. ഫീല് നോക്കിക്കഴിഞ്ഞാൽ അതിന് യോജിച്ചത് ഇവിടുന്ന് തിരഞ്ഞെടുക്കണം. ഇവിടെ യോജിച്ചത് അൽ ഖുർആന എന്നതാണ് കേട്ടോ. ഖറ അൽ അബു അൽ ഖുർആന. പിതാവ് ഖുർആൻ ഓതി. 3, ഡാഷ് അൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം. അവിടെ 2 ഫീലുകളുണ്ട്. സുജിന എന്നുണ്ട്, സജന എന്നുണ്ട്. അവിടെ യോജിച്ചത് ഏതാണെന്ന് മനസ്സിലാക്കുക. ഏതാണ്? സജന. സജന അൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം. രാജാവ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ അടച്ചു. ഇനി 4, അസ്സാഹിലു ഡാഷ്. നദീഫുൻ എന്നാണോ നദീഫത്തുൻ എന്നാണോ? ഇവിടെ താ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ് വരിക? നദീഫുൻ എന്ന് തന്നെ വരിക കേട്ടോ. താ ഉണ്ടെങ്കിലാണ് നദീഫത്തുൻ എന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 5, ലഅല്ല ഡാഷ് നായിമുൻ. അവിടെ യോജിച്ചത് അൽ മരീള എന്നാണോ അൽ മരീദു എന്നാണോ? ശരിയായത് മരീള എന്നാണ്. ലഅല്ലൽ മരീള നായിമുൻ. രോഗി ഉറങ്ങുകയായിരിക്കാം. ഇനി അടുത്ത പ്രവർത്തനം നുമയ്യിസുൽ ഫിഅല വൽ ഫാഇല വൽ മഫ്ഊല ബിഹി.
ഇതിൽ നിന്ന് ഫിഅലും ഫായിലും മഫ്ഊലും ബിഹി ഒക്കെ വേർതിരിക്കണം. മഫ്ഊല ബിഹി. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. സറഅ മുഹമ്മദുൻ അൽ ബഖല. മറ്റൊന്ന് ഖറഅത്ത് അൽ ജദ്ദത്തു അൽ ജരീദത്ത. ഇതിൽ കർമ്മം, ഫിഅല്, അതുപോലെ ഫായില്, അതുപോലെ മഫ്ഊലും ബിഹി, ഈ മൂന്നും വരുന്നുണ്ട്. ആ മൂന്നും വേർതിരിക്കുക. മഫ്ഊലും ബിഹി അൽ ബഖല, അതുപോലെ ഇതിൽ അൽ ജരീദത്ത എന്നതാണ്. ഇനി പത്രം. ഇനി അൽ ഫായിലു, പ്രവർത്തിച്ച ആൾ. ഇവിടെ ആരാണ്? മുഹമ്മദാണ്. ഇവിടെ പ്രവർത്തിച്ചതോ ജദ്ദത്തു എന്നതാണ്. ഇനി അൽ ഫീലു, പ്രവൃത്തി. ഇവിടെ സറഅ എന്നാണ്, കൃഷി ചെയ്തു. മറ്റൊന്ന് ഖറഅത്തി എന്നാണ്, അതായത് ഖറഅത്ത്, അതായത് വായിച്ചു എന്നുള്ള അർത്ഥം വരിക. ഇനി അടുത്ത പ്രവർത്തനം നുമൈസുൽ മുബ്തദഅ വൽ ഖബറ. മുബ്തദയും ഖബറിനെയും എന്ത് ചെയ്യുക? വേർതിരിക്കുക. അസ് സഫീനത്തു ജാരിയത്തുൻ അൽ ഇൽമു നൂറൻ. സിമ്പിളാണ്. ഇതിലാദ്യം ഖബർ എഴുതുക. ഖബർ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത് വരുന്നതാണ് ഖബർ. മുബ്തദാൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് ഖബർ. ജാരിയത്തുൻ, ഇതിൻ്റെയും തൊട്ടടുത്ത് വരുന്നത്. അൽ ഇൽമു നൂറൻ എന്നതിലെ നൂറുൻ. അപ്പം ഇനി മുബ്തദ സിമ്പിളാണ്. അസ്സഫീനത്തു എന്നുള്ളത് മുബ്തദയാണ്. അൽ ഇൽമു, അറിവാകുന്നത്, അതും മുബ്തദയാണ്. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലുൽ ജദ്വല, കോളം പൂർത്തിയാക്കണം. മഅറൂഫും മജ്ഹൂലും കൊടുത്തിട്ടുണ്ട്. ഫഅല, ഫഅല എന്നതിൻ്റെ മജ്ഹൂല് ഫുഇല. പിന്നെ സുജിന എന്ന് കൊടുത്തിട്ടുണ്ട്, മജ്ഹൂൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? മാലി, അതായത് മഅറൂഫ് സജന, സജന സുജിന. ഇവിടെ മഅറൂഫ് കൊടുത്തിട്ടുണ്ട് അക്രമ. ഇവിടെ വരുമ്പോൾ ഉക്കിരിമ, ആദരിച്ചു, ആദരിക്കപ്പെട്ടു. അടുത്തത് കൊടുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ മജ്ഹൂൽ കൊടുത്തിട്ടുണ്ട് യുഫ് അലു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? യഫ് അലു. യളിരിബു, അതിൻ്റെ മജ്ഹൂല്, യളിരിബു പറഞ്ഞാൽ അടിക്കുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ മജ്ഹൂല് യുളറബു, അടിക്കപ്പെടുന്നു. ഇനി അടുത്തത് മഅറൂഫ് എഴുതിയിട്ടില്ല, പക്ഷേ മജ്ഹൂൽ എഴുതിയിട്ടുണ്ട് യുൻസറു. അപ്പോൾ മാലി മുലാരി മഅറൂഫ് എന്തായിരിക്കും? യൻസുറു, യൻസുറു, യുൻസറു. ഇനി അടുത്ത പ്രവർത്തനം നളബിതു ബിൽ അഷ്കാൽ. ഇവിടെ നമുക്ക് ഹറക്കത്ത് നൽകാനാണ്. ഇവിടെ എഴുതിയിട്ട് ക അന്ന അൽ ഖമറ മിസ്ബാഹു, മിസ്ബാഹുൻ, അതാണ് ഹറക്കത്തിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തത് നുഅരിബു, അറബിയാക്കാൻ. ഷാക്കിർ വിദ്യാർത്ഥിയാണ്. ഷാക്കിറുൻ ദാരിസുൻ. 2 പൂച്ച മീൻ തിന്നു. എങ്ങനെ പറയാം? അക്കല അൽ ഖിത്തു അസ്സമക്ക, അക്കലൽ ഖിത്തു അസ്സമക്ക, പൂച്ച മീൻ തിന്നു. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, നമുക്ക് തർജ്ജിം ചെയ്യാം, അറബി മലയാളത്തിലേക്ക് എഴുതിയെടുക്കാം. 1 അശ്ശുർത്തിയു മുറാഫിഖുൻ ലിസുവാരി വത്തുജാരി. അതിൻ്റെ അർത്ഥം എഴുതാം. പോലീസുകാരൻ സന്ദർശകരെയും കച്ചവടക്കാരെയും നിരീക്ഷിക്കുന്നവരാണ്. 2 ഇന്നല്ലാഹ ഗഫൂർ റഹീം. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അടുത്ത പ്രവർത്തനം നക്തുബുൽ മഅന സലാസത്തുൻ. 3 അർത്ഥം എഴുതുക. 1 ഖാലുൻ, അമ്മാവൻ, ഖാലുൻ അമ്മാവൻ. 2 സിബ്തുൻ, മകളുടെ മകൻ, അതായത് പേരക്കുട്ടി. 3 റൗളത്തുൽ അത്ഫാൽ, നഴ്സറി എന്ന് പറയാം. 4 ഹിന്നാഉൻ, മൈലാഞ്ചി. ഇനി അവസാന പ്രവർത്തനം
നുകവ്വിനു ജുംലത്തൈനി ബിസ്തിഅമാലിൽ കലിമത്തി മിനദ്ദാഇറത്തി. വട്ടത്തിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് രണ്ട് വാക്കുണ്ടാക്കാൻ. ഇതിലെ വട്ടത്തിലുള്ള ഈ വാക്ക് ഉപയോഗിച്ച് രണ്ട് വാക്കുണ്ടാക്കണം പദങ്ങൾ ഉപയോഗിച്ചിട്ട്. ഒന്നെന്താണ്? അൽ ബൈത്തു സഗീറുൻ. മറ്റൊന്നോ? അൽ ഹദീഖത്തു ജമീലത്തുൻ. അപ്പോൾ ഈ പ്രവർത്തനമൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.